അതാണ് ഒരു കണക്ക്. ഏതായാലും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കൂടി അല്ലേ, നമുക്കൊന്ന് അതിലേക്ക് ഒന്ന് പോകാം. അതിൽ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുകൾ നൽകുന്ന, നമ്മൾ നേരത്തെ സർവേ ഫലങ്ങളിലൊക്കെ വന്നതിനേക്കാളും എക്സിറ്റ് പോളുകളിൽ മാറ്റങ്ങൾ വരുന്ന റിസൾട്ടുകൾ തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് വളരെ പ്രധാനമാണ്. അതിൽ AIDMK സഖ്യത്തിന്, AIDMK BJP സഖ്യത്തിന് 114 മുതൽ 124 വരെ സീറ്റുകൾ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ട് വൈബിൻ്റെ സർവേ പ്രധാനമായും അതുതന്നെയാണ്. 103 മുതൽ കേവലം 114 സീറ്റുകൾ വരെ മാത്രമാണ്. അതായത് 119ലേക്ക് AIDMK സഖ്യവും DMK പ്ലസ് 108ലേക്കും വരും എന്നുള്ളതും TVK 7 സീറ്റുമായി ഒരു ഡിസൈഡിംഗ് ഫാക്ടർ തമിഴ്നാട്ടിൽ ആകും എന്നുള്ള ഒരു സർവേ ഫലം, അത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു സർവേ ഫലം കൂടി എല്ലാ സർവേ ഏജൻസികളുടെയും ഫലം ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൽ നോക്കിയാൽ വളരെ വ്യത്യസ്തമാണ് അല്ലേ? അതെ, JVCയുടെ ഒരു സർവേ ഫലം കൂടി AIDMK എക്സിറ്റ് പോൾ അനുസരിച്ച് അവിടെ DMK സഖ്യത്തിന് 75 മുതൽ 95 വരെ അല്ലേ? ഡിമാർക്കിനിൽ വളരെ കുറവാണ്. ഇത് 125 മുതൽ 145 വരെ DMK സഖ്യത്തിന്. AIDMK സഖ്യത്തിനാകട്ടെ 65 മുതൽ 85 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. TVKക്ക് വ്യത്യസ്തമായ, മറ്റ് സർവേകൾ വ്യത്യസ്തമായി 16 മുതൽ 26 സീറ്റുകൾ വരെ TVKക്ക്. സ്റ്റാലിന് ഭരണ തുടർച്ച ഉണ്ട് എന്നുള്ളതാണ്. 118 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ കുറഞ്ഞത് 125 സീറ്റുകൾ DMK സഖ്യത്തിന്, കോൺഗ്രസും ഇടത് പാർട്ടികളും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെട്ട ഇടത് DMK സഖ്യത്തിന്, അത് മതേതര പുരോഗമന സഖ്യം, അവർക്ക് കിട്ടും എന്നുള്ളതാണ്. മാട്രിക്സ് സർവേയിലേക്ക് വന്നാൽ DMKക്ക് 122 മുതൽ 132 വരെ സീറ്റുകൾ കേവല ഭൂരിപക്ഷം DMK സഖ്യത്തിനുണ്ട്. അതായത് സ്റ്റാലിൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തും, ഭരണ തുടർച്ച തമിഴ്നാട്ടിൽ പറയുകയാണ്. അതേസമയം അണ്ണാ DMKക്ക് 100 സീറ്റുകൾ വരെ 87 വരെ കിട്ടാം. TVKക്ക് 10 മുതൽ 12 വരെ സീറ്റുകളിൽ TVK ഒതുങ്ങിയേക്കാം എന്നും മെട്രിക് സർവേയുടെ ഫലങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന് പീപ്പിൾസ് പൾസ് ആണ്. പീപ്പിൾസ് പൾസിൽ DMKക്ക് അധികാര തുടർച്ച 125 മുതൽ 145 വരെ സീറ്റുകൾ കിട്ടാം. 65 മുതൽ 80 വരെ സീറ്റുകളുമായി AIDMK സഖ്യം രണ്ടാം സ്ഥാനത്ത്. TVKക്ക് 18 മുതൽ 24 സീറ്റുകൾ വരെ പീപ്പിൾസ് പൾസ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നു. അവിടെ നോക്കണം, അവിടെ TVKക്ക് നല്ല മുന്നേറ്റമുണ്ട് എന്നുള്ളതാണ്. വിജയുടെ പാർട്ടിക്ക് 24 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതനുസരിച്ച് DMKയുടെ സീറ്റിൽ പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പ്രകടനം മോശമാണെങ്കിലും അവിടെ DMK തന്നെ അധികാരത്തിൽ